വെൽക്കം എവരി വൺ. ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗിൻ്റെ ഫ്രീ പാത്ത് IAS പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഓക്കെ, സോ മൈ നെയിം ഈസ് സച്ചിൻ. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സീസാറിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഐ തിങ്ക് ഞാൻ ഒരു തന്ന ക്വസ്റ്റ്യൻ ചെയ്തു എന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് കാണും. കിട്ടിയവരുണ്ടാകാം, കിട്ടാത്തവരും ഉണ്ടാകാം. നമുക്ക് നോക്കാം, കിട്ടിയവർക്ക് ചെയ്യുന്ന സൊല്യൂഷൻ കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യാം. ഓക്കെ, സോ ലെറ്റ് P and Q be positive integers satisfying P is less than Q. P less than Q ആണ് കണ്ടീഷൻ നമ്പർ 1. ക്വസ്റ്റ്യനിൽ ആദ്യം നമ്മൾ മാർക്ക് ചെയ്യേണ്ട സാധനമാണ് P less than Q. രണ്ടാമത് ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് P plus Q is equal to K. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് വാല്യൂ ഓഫ് K ദാറ്റ് ഡസ് നോട്ട് ഡിറ്റർമൈൻ P and Q യൂണീക്കലി? കെയുടെ ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ സച്ച് ദാറ്റ് P and Q യുണീക്ക് അല്ല. യുണീക്ക് അല്ലാതെ വരുന്ന കെയുടെ ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ. ഇതും ഓപ്ഷൻ വെരിഫിക്കേഷൻ ആണ്. കാരണം 4 കെയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഞാൻ കെക്ക് ആദ്യം 3 എന്ന് കൊടുത്തു. കെക്ക് ഞാൻ എന്ത് കൊടുത്തു? 3 കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എനിക്ക് P plus Q എങ്ങനെ എഴുതാം? 1 plus 2 is equal to 3 അല്ലേ? P and Q എന്ത് കിട്ടി? 1 plus 2 is equal to 3. എനിക്കിനി ഇതിനെ 2 plus 1 എന്ന് എഴുതാൻ പറ്റുമോ? എനിക്ക് 2 plus 1 is equal to 3 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല, എഴുതാൻ പറ്റില്ല. കാരണം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് P is less than Q. P എന്താണ്? ലെസ് ദാൻ Q. അപ്പം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? 1 plus 2 is equal to 3 എന്ന് എഴുതുന്നത് 2 plus 1 is equal to 3 എന്ന് ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, P2 ആകാൻ പാടില്ല. സോ ഇവിടെ നോക്കിയേ, ഒറ്റ പോസിബിലിറ്റി. പിയുടെ വാല്യൂ 1, ക്യൂവിൻ്റെയും വാല്യൂ 2 യുണീക്ക് ആണ്. അവർക്ക് വേറെ വാല്യൂസ് ഒന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഒറ്റ വാല്യൂവേ ഉള്ളൂ. ദാറ്റ് മീൻസ് യുണീക്ക്, ഒറ്റ വാല്യൂ. അപ്പോൾ K 3 അല്ല. നമുക്ക് വേണ്ടത് എന്താ? ഡസ് നോട്ട് ഡിറ്റർമൈൻ P. ഡസ് നോട്ട് ഡിറ്റർമൈൻ ആണ്. P and Q യുണീക്ക് അല്ലാതെ വരുന്ന ചെറിയ നമ്പർ. അടുത്ത് ഞാൻ 4 കൊടുക്കുന്നു കെക്ക്. 4 കൊടുത്തപ്പോൾ എനിക്കുള്ള പോസിബിലിറ്റി 1 plus 3 4 കൊടുക്കാം. എനിക്ക് 2 plus 2 കൊടുക്കാൻ പറ്റുമോ? ഇല്ല. 2 plus 2 കൊടുക്കാൻ പറ്റാത്ത എന്താ? P ലെസ് ദാൻ Q ആണ്. ഇപ്പം ഞാൻ Pക്ക് 2 കൊടുത്താൽ Qക്കും 2 കൊടുക്കണം. 2 ലെസ് ദാൻ 2 ട്രൂ ആണോ? അല്ല, ഫോൾസ് ആണ്. ട്രൂ ആണോ? അല്ല, അത് ഫോൾസ് ആണ് അല്ലേ? സോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? 2 and 2 കൊടുക്കാൻ പറ്റത്തില്ല. അതുപോലെ എനിക്ക് 3ഉം 1ഉം കൊടുക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ Pക്ക് 3 കൊടുത്തു, Qന് 1 കൊടുത്തു, പറ്റുമോ? ഇല്ല. അപ്പം ഇവിടെയും എന്താണ്? യുണീക്കാണ് അല്ലെ? ഇവിടെയും യുണീക്കാണ്. ഇനി ഞാൻ 5 കൊടുത്തു. 5 കൊടുക്കുമ്പോൾ എനിക്ക് 1 plus 4 എഴുതാം. 1 plus 4 is equal to 5. P1 4 Q4 P is less than Q. P plus Q is K. എനിക്കിനി വേറെ ഏതെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ? നമുക്കൊന്ന് നോക്കിയാലോ. ഞാൻ എന്ത് ചെയ്തു? 2 plus 3 കൊടുത്തു. അതും എനിക്ക് 5 കിട്ടി അല്ലേ? 2 Pക്ക് 2 കൊടുത്തു, Qന് ഞാൻ 3 കൊടുത്തു. ഇതും ട്രൂ ആണ്. സോ ഇവിടെ നോക്കി, എനിക്ക് Pക്ക് എത്ര വാല്യൂ വന്നു? കെന് ഞാൻ 5 കൊടുത്തപ്പോൾ എനിക്ക് Pക്ക് എത്ര വാല്യൂ കിട്ടി? 2 വാല്യൂ കിട്ടി. Qനും 2 വാല്യൂ കിട്ടി. ദാറ്റ് മീൻസ് അവർ യുണീക്ക് ആണോ? ഇനിയും അല്ല. യുണീക്ക് ആണെങ്കിൽ അവർക്ക് ഒറ്റ വാല്യൂ മാത്രമേ വരാൻ പാടുള്ളൂ. യുണീക്ക് അല്ല. ഇവിടെ 2 വാല്യൂ വന്നുള്ളൂ. ഒന്നിൽ കൂടുതൽ വാല്യൂസ് വന്നു അല്ലേ? ഇപ്പം മോർ ദാൻ 1 വാല്യൂസ് വന്നു കഴിഞ്ഞാൽ അവരെന്തല്ല? അവർ യുണീക്ക് അല്ല. Therefore, I can say that 1 plus 4 and 2 plus 3 will give you the same result, that is 5. K is equal to 5. So answer is option C. ഇനി നിങ്ങൾ ചോദിക്കും, സാർ 6 എടുത്തുകൂടെ എന്ന്? 6 എടുക്കാം. 6 എടുക്കുമ്പോൾ നമുക്ക് 1 plus 5 2 plus 4 ഒക്കെ എഴുതാം. പക്ഷെ ഇതിനൊരു കുഴപ്പമുണ്ട്. ഇവിടെ ചോദിച്ചതല്ല വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് വാല്യൂ ഓഫ് K. ചോദിച്ചത് സ്മോളസ്റ്റ് വാല്യൂ ഓഫ് K ആണ്. 6 ആണോ 5 ആണോ ചെറുത്? 5 ആണ് ചെറുത്. നമുക്ക് സ്മോളസ്റ്റ് മതി. സോ ആൻസർ ഈസ് K ഈസ് ഈക്വൽ ടു 5. 6ഉം സാറ്റിസ്ഫൈ ചെയ്യും, പക്ഷേ സ്മോളസ്റ്റ് ആണ് വേണ്ടത്. സോ ആൻസർ ഈസ് 5. സോ യുണീക്ക് വാല്യൂ, അതായത് P and Qന് ഒരു വാല്യൂ മാത്രമേ പാടുള്ളൂ. 5ലേക്ക് വന്നപ്പോൾ അവർക്ക് 2 വാല്യൂസ് ആയി. ദാറ്റ്സ് വൈ ദ ആൻസർ ഗോസ് ഫോർ ഓപ്ഷൻ C, 5. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഓരോ വാക്കും ശ്രദ്ധിക്കണം. കീവേഡ്സ് ആണ്. കീവേഡ്സ് നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കുക. കീവേഡ്സ് ശ്രദ്ധിക്കണം. ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ,
അറ്റ്മോസ്റ്റ്, അറ്റ്ലീസ്റ്റ്, മസ്റ്റ്, യുണീക്ക്, ഷുവർലി, ഓക്കെ, ഓൾവേസ്, ഇവരൊക്കെ എന്താണ് കീവേഡ്സ് ആണ്. അതൊക്കെ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ വായിക്കുന്ന ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കണം, ഫോക്കസ്ഡ് ആയിരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് ടയേർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എക്സാമിന് നിങ്ങൾ 2 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. കാരണം എക്സാമിന് ഞാൻ പറഞ്ഞു 30 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി, 28 എണ്ണമാണ് സേഫ്, 30 എണ്ണം എഴുതുക. ഗ്യാമ്പിൾ ചെയ്യാൻ പറ്റില്ലല്ലോ, ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയിപ്പോയി എന്ത് ചെയ്യും? സോ 30 ക്വസ്റ്റ്യൻ എഴുതുക, അല്ലെങ്കിൽ ഒരു 32 ക്വസ്റ്റ്യൻ, 2 മണിക്കൂറുണ്ട് നിങ്ങൾക്ക്. 30 ക്വസ്റ്റ്യൻ എഴുതാൻ 2 മണിക്കൂർ. അപ്പോൾ അതിനിടയ്ക്ക് ഒരു 2 മിനിറ്റ് റെസ്റ്റ് എടുത്തു എന്ന് വെച്ച് ഒന്നും സംഭവിക്കാനില്ല. ഓക്കെ, സോ നമ്മൾ കമ്പോസ്ഡ് ആയിരിക്കണം. അതുപോലെ നമ്മൾ എന്തായിരിക്കണം, കുറച്ച് എനർജി വേണം നമുക്ക്. അപ്പോൾ റെസ്റ്റ് എടുത്ത് ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തു എന്ന് വെച്ച് ഒന്നും സംഭവിക്കില്ല. വെള്ളം കുടിക്കണം, അത് മറക്കരുത്. ഓക്കെ, പരീക്ഷയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക. കീപ് യുവർ സെൽഫ് ഹൈഡ്രേറ്റഡ് ഓൾവേസ്. ഓക്കെ, യെസ്. ക്വസ്റ്റ്യൻ നമ്പർ 4 ഡിസ്കസ് ചെയ്യാം. അപ്പം ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കാം എല്ലാവരെയും. ചൂസ് ദ ഗ്രൂപ്പ് വിച്ച് ഈസ് ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്. 4 നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, ഓരോ ഗ്രൂപ്പിലും ഏത് ഗ്രൂപ്പാണ് വ്യത്യസ്തൻ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെങ്കിൽ 1 തൊട്ട് 100 വരെയുള്ള പ്രൈം നമ്പേഴ്സ് അറിഞ്ഞിരിക്കണം. ഞാൻ തുടങ്ങിയ ക്ലാസ്സിൽ, ഫസ്റ്റ് ക്ലാസ്സിൽ അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ് എടുത്താലും ആദ്യത്തെ 1-2 ക്ലാസ്സുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, പ്രൈം നമ്പേഴ്സ് 1 തൊട്ട് 100 വരെ അറിഞ്ഞിരിക്കണം നമ്മൾ. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് 2023 ചോദിച്ചത്. ഈ ക്വസ്റ്റ്യൻ എളുപ്പമായിരുന്നു. 23 ഞാൻ പറഞ്ഞു, 23 CSAT ആയിരുന്നു വൺ ഓഫ് ദ ടോപ്പ്, എന്താണ് പറയുക, ഡിഫിക്കൽട്ടായിട്ട് വന്ന ഒരു CSAT എക്സാം. 22-23 ആണ്. 22-23 എന്തുകൊണ്ട് ടഫായി എന്ന് ചോദിച്ചാൽ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ വരും. ഇതിനകത്തിൽ 1 തൊട്ട് 100 വരെ പ്രൈം അറിയില്ല എങ്കിൽ നമ്മൾ ഈ നമ്പർ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി പോകും. ഓക്കെ, 1 തൊട്ട് 100 വരെയുള്ള പ്രൈം നമ്പർ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്നും ചെയ്യാനില്ല, ക്വസ്റ്റ്യൻ ഉപേക്ഷിക്കാന്നേ ഉള്ളൂ. നമ്മൾ ഈ നമ്പറിൽ കുറേ സമയം കളയും, നമ്മളിങ്ങനെ നമ്പേഴ്സിൽ ടൈം വേസ്റ്റ് ചെയ്യും. ടൈമും നഷ്ടം, ക്വസ്റ്റ്യൻ ചെയ്യാനും പറ്റിയില്ല, മാർക്കും നഷ്ടം, അല്ലേ? അത് നമുക്ക് വേണ്ട. അതുകൊണ്ടാണ് പറഞ്ഞത് 1 തൊട്ട് 100 വരെയുള്ള പ്രൈം നമ്പേഴ്സ് അറിഞ്ഞിരിക്കുക. സോ ഇവിടെ നോക്കാം, ഓപ്ഷൻ എ 17, 37, 47, 97. അവരെല്ലാം എന്താണ്? അവരെല്ലാം പ്രൈം നമ്പേഴ്സ് ആണ്. നോക്കിയേ, 17, 37, 47, 97 അവരെല്ലാം എന്താണ്? പ്രൈം ആണ്. ദേ ആർ പ്രൈം നമ്പേഴ്സ്. രണ്ടാമത്തെ ഓപ്ഷൻ വരാം, 31, 41, 53, 67. അവരും എന്ത് തന്നെയാണ്? പ്രൈം ആണ്. അവരൊന്നും എന്തല്ല, കോമ്പോസിറ്റ് അല്ല. 31, 41, 53, 67. അടുത്തത് 71, 73, 79, 83. 70ക്ക് ശേഷം വരുന്ന പ്രൈം നമ്പേഴ്സ്. 71 ഈസ് എ പ്രൈം, 73, 79, 83 പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പോൾ ഇത് മൂന്നും എല്ലാം പ്രൈം നമ്പേഴ്സ് ആണ്. നാലാമത്തെ ഓപ്ഷനിൽ വന്നാൽ 83 ഓൾറെഡി പ്രൈം ആണ്, നമുക്ക് ഇവിടുന്ന് കിട്ടി. 89 പ്രൈം ആണ്. 91 എന്തല്ല, ഇറ്റ് ഈസ് നോട്ട് എ പ്രൈം നമ്പർ ബിക്കോസ് 91 എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് 13 into 7. 91 ഈസ് 13 into 7 ആണെന്ത് 91 എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് 13 into 7. സോ എന്തല്ല, 91 ഈസ് നോട്ട് എ പ്രൈം നമ്പർ. 91നെ എന്തായിട്ട് എഴുതാൻ പറ്റില്ല? പ്രൈം നമ്പർ ആയിട്ട് എഴുതാൻ പറ്റില്ല. ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. ഇതെന്താണ്? ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. സോ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞാൽ എന്താ? എ ഗ്രൂപ്പ് ഓഫ് നമ്പർ. ഇവിടെ ബാക്കി എല്ലാ ഗ്രൂപ്പിലെയും എ ബി സിയിൽ എല്ലാ നമ്പറും പ്രൈം ആയിരുന്നു. ഡിയിലേക്ക് വന്നപ്പോൾ അതിൽ ഒരു നമ്പർ എന്തല്ല? പ്രൈം അല്ല. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈച്ച് ഡിജിറ്റ് ഓഫ് എ 9-digit number is 1. It is multiplied by itself. What is the sum of the digit of the resulting number? 9 ഡിജിറ്റ് ഉണ്ട്. ഓക്കെ, 9 ഡിജിറ്റ് ഉണ്ട്. ഓക്കെ, എല്ലാ ഡിജിറ്റും 1 ആണ്. ഈ നമ്പറിനെ ഈ സെയിം നമ്പറുമായിട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത്, ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഓക്കെ, ഇനി ആ ആൻസറിൽ വരുന്ന വാട്ട് ഈസ് ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് ദ റിസൾട്ടിങ് നമ്പർ. റിസൾട്ടിങ് നമ്പറിലെ ഡിജിറ്റ്സിൻ്റെ സമ്മ്, ഇവിടെ കിട്ടുന്ന ആൻസറിൻ്റെ ഡിജിറ്റ് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഇത് കണ്ടുപിടിക്കാൻ ഈ ആൻസർ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല.
എത്ര 1 ഉണ്ട്? 9 1. താഴെ എത്ര 1 ഉണ്ട്? 9 1. 9 into 9 81. 9 into 9 എന്ത് ചെയ്യുക? 81 ചെയ്യുക. യു വിൽ ബി ഗെറ്റിംഗ് ദി ആൻസർ ആസ് ഓപ്ഷൻ സി 81. 9 ഡിജിറ്റ് എല്ലാ നമ്പറും 1 ആണ്. അതേ സെയിം 9 ഡിജിറ്റ് നമ്പർ എല്ലാം 1 ആണ്. ആ സെയിം 9 ഡിജിറ്റ് നമ്പർ തന്നെ വെച്ച് എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു. യു ആർ സ്ക്വയറിങ് ഇറ്റ് അല്ലേ? സ്ക്വയറിങ് ഇറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ കിട്ടുന്ന ആൻസറിൻ്റെ ഡിജിറ്റിൻ്റെ സം എന്തായിരിക്കും? 9 into 9 81. നമുക്കിത് വേരിഫൈ ചെയ്യാൻ വേണമെങ്കിൽ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു? 11 എടുക്കുന്നു. ഇൻറ്റു 11. എത്ര ഡിജിറ്റ് ഉണ്ട്? 2 ഡിജിറ്റ്. ഇവിടെയും 2 ഡിജിറ്റ്. സോ ഇതിൻ്റെ ആൻസർ 121 ആണ്. ഇതിൻ്റെ ഡിജിറ്റിൻ്റെ സം എത്രയാ? ഡിജിറ്റിൻ്റെ സം നോക്കിയാൽ 1 + 2 + 3 4 കിട്ടും. നമ്മൾ ഉപയോഗിച്ച് എന്താ? മുകളിൽ 2 1 ഉണ്ട്, താഴെയും 2 1 ഉണ്ട്. 2 into 2 4. സെയിം ആൻസർ അല്ലേ കിട്ടിയത്? ഇത് നമുക്ക് മാറ്റണോ? മാറ്റി നോക്കാം. 111 into 111. The multiply you will be getting 1 2 3 2 1. 1 2 3 2 1. ആഡ് ചെയ്ത് നോക്കി എത്ര കിട്ടുമെന്ന്? 3 6 9. ഓക്കെ, 3 6 9. ഇവിടെ മുകളിൽ എത്ര 1 ഉണ്ട്? നമ്മൾ ഉപയോഗിച്ച ട്രിക്കിലേക്ക് പോകാം. മുകളിൽ 3 1 ഉണ്ട്, താഴെ 3 1 ഉണ്ട്. സോ 3 into 3 9 അല്ലേ? ഈ നമ്പർ തന്നെ കിട്ടിയില്ലേ? ഇനി നമുക്ക് ഒരു നമ്പറോടെ ചെക്ക് ചെയ്യണോ? ചെക്ക് ചെയ്യാം. 1 2 3 4 മൾട്ടിപ്ലൈഡ് ബൈ 1 2 3 4 എത്ര കിട്ടും? 1 2 3 4. തിരിച്ചെഴുതുക. 3 2 1. സം ചെയ്തേ. 1 2 3 6. 6 + 4 10. 10 + 6 16. നമ്മൾ ട്രിക്ക് യൂസ് ചെയ്താലോ? മുകളിൽ 4 1, താഴെയും 4 1. 4 into 4 16 അല്ലേ? ഇത് എഴുതി നമ്മൾ സമയം കളയണോ? എഴുതി കൂട്ടണോ? മറ്റേതിൽ 9 നമ്പർ ഉണ്ടായിരുന്നു. അതിൽ 9 നമ്പർ നമ്മൾ എഴുതുമ്പോൾ വരാൻ പോകുന്നത് ഓക്കെ 9 നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വരാൻ പോകുന്നത് ഇങ്ങനെയാണ്. 1 2 3 4 5 6 7 8 9. 8 7 6 5 4 3 2 1. ഇത്രയും നമ്പർ പരീക്ഷ ഹോളിൽ ഇരുന്ന് കൂട്ടണം. ഇത്ര നമ്പർ ഇരുന്ന് കൂട്ടണം. ഓക്കെ, ഇതിൽ ഒരു നമ്പർ മിസ്സായിപ്പോയെന്ന് കരുതുക. ഓപ്ഷനിലേക്ക് വന്നാൽ ഒരു 80 ഉണ്ട്. കഷ്ടകാലത്തിന് ഒരു നമ്പർ മിസ്സായിപ്പോയി. ഇവിടെ വന്നപ്പോൾ ഓപ്ഷൻ ആൻസറിൽ ഉണ്ട് താനും. ഓപ്ഷനിൽ ആൻസർ ഉണ്ട് കൊടുത്ത് അല്ലേ? ആൻസർ കൊടുത്ത് വീട്ടിൽ വന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ചെയ്ത് നോക്കി. കൂട്ടുകാരന് കിട്ടിയത് 81 പക്ഷേ എനിക്ക് കിട്ടിയത് 80. അപ്പോൾ എന്ത് ചെയ്യും? ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ചെയ്ത് നോക്കും. അപ്പോൾ വീണ്ടും കിട്ടും 81. കഴിഞ്ഞ് 2.5 മാർക്ക് പ്ലസ് നെഗറ്റീവ് അല്ലേ? അത്രയും നമുക്ക് നഷ്ടപ്പെട്ട്. അതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് ചെയ്യണ്ട എന്ന് ഞാൻ പറഞ്ഞത്. ഈ ഒരു മെത്തേഡ് ചെയ്താലും യു വിൽ ബി ഗെറ്റിംഗ് ദ സം ആസ് 81. ഇവിടെ എത്ര 9 1 ഉണ്ട്, താഴെ 9 1 ഉണ്ട്. സോ 9 into 9 ആൻസർ ഈസ് 81. അത്രയും ചെയ്താൽ മതി ആക്ച്വലി. ഓക്കെ, ഇതാണ് ഏറ്റവും ഈസി മെത്തേഡ്. വെറുതെ ഇങ്ങനെ എഴുതി കൂട്ടണ്ട. ഓക്കെ, യെസ്. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും പഠിപ്പിക്കാത്തത്. ആക്ച്വലി ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ല നമുക്ക്. ഇതൊരു പാറ്റേൺ ആണ് ആക്ച്വലി. ഈ ഒരു പാറ്റേൺ നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഓക്കെ, വെറുതെ നമുക്ക് സമയം പോകുന്നതല്ലാതെ വേറെ അധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നും തന്നെ ഈ ഒരു പാറ്റേണിൽ നമുക്ക് കിട്ടാനില്ല. ഓക്കെ, യെസ്. സോ ദാറ്റ്സ് അബൌട്ട് ക്വസ്റ്റ്യൻ നമ്പർ 5. 2023 ക്വസ്റ്റ്യൻ ആണ്. 23 ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, കുറച്ച് ലെങ്തി ആണ്. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കില്ല ആക്ച്വലി. നമ്മളിങ്ങനെ വളഞ്ഞിരുന്ന് ചിന്തിക്കും. അതുപോലെ ഇതുപോലെയൊക്കെ എഴുതിയൊക്കെ എണ്ണിക്കൂട്ടും. തെറ്റും അങ്ങനെ. ഓക്കെ, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞു 23 ക്വസ്റ്റ്യൻ പാടല്ല. 23 ക്വസ്റ്റ്യൻ ലെങ്തിയാണ് കുറച്ച്. ഓക്കെ, കുറച്ച് ലെങ്തിയാണ് ക്വസ്റ്റ്യൻ. കുറച്ച് ചെയ്യാനുണ്ട്, കുറച്ചൊന്ന് ചിന്തിക്കാനുമുണ്ട്. ഒരുപാട് ചിന്തിച്ചാൽ ആൻസർ തെറ്റിപ്പോവും. ഒരുപാട് ചിന്തിക്കുമ്പോഴാണ് ഈ തെറ്റ് പറ്റുന്നത് കൂടുതലും. നമ്മൾ നോർമലായിട്ട് തിങ്ക് ചെയ്താൽ അധികം ബുദ്ധിമുട്ടൊന്നും വരില്ല. ഓക്കെ, യെസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് ദ സം ഓഫ് ഓൾ ഡിജിറ്റ്സ് വിച്ച് അപ്പിയർ ഇൻ ഓൾ ഇൻറ്റിജേഴ്സ് ഫ്രം 10 to 100? 10 തൊട്ട് 100 വരെ ഉള്ള എല്ലാ ഡിജിറ്റിൻ്റെയും സം എടുത്താൽ എത്ര കിട്ടും എന്നാണ് ചോദ്യം. ഡിജിറ്റിൻ്റെ സമ്മാണ്, ഡിജിറ്റ്. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യും. നമുക്ക് ഓൾറെഡി അറിയാം, ട്രൈ ചെയ്തിട്ട് വേണം എല്ലാവരും വരാൻ. ഈ ക്വസ്റ്റ്യൻ ട്രൈ ചെയ്യണം. നമ്മൾ ഡിജിറ്റ് ഓൾറെഡി പഠിച്ചതാണ് കൺസെപ്റ്റ്. നല്ല വൃത്തിക്ക് പഠിച്ചിട്ട് വേണം വരാൻ. ഓക്കെ, സോ താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ ജോയിനിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.